നമസ്കാരം. കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുന്നേ ഗുരുവായൂരപ്പൻ്റെ ഭക്ത എന്ന പേരിൽ ഒരു സ്ത്രീ ഗുരുവായൂരപ്പൻ്റെ പടം വരച്ച് വിൽപ്പന നടത്തുന്നു, ക്ഷേത്രത്തിൽ വരുന്നു, കുറേ വീഡിയോകൾ ചെയ്യുന്നു, ആ വീഡിയോകൾ ട്രെൻഡിങ് ആവുന്നു എന്നിങ്ങനെ കുറേ കാലമായിട്ട് അവർ നല്ല റീച്ചിലായാണ് അവരുടെ വീഡിയോകളെല്ലാം പൊയ്ക്കൊണ്ടിരുന്നു. ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ ഓരോ പേജ് ഇങ്ങനെ മാറി മാറി പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടില്ല. കാരണം എനിക്കതിനകത്ത് എന്തോ ഒരു അസ്വസ്ഥതയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. കാരണം മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു സമുദായത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മതത്തിൽ ദേവാലയത്തിൽ ഹിന്ദുക്കളായ സ്ത്രീകളോ പുരുഷന്മാരോ ഇത്തരം പരിപാടികൾ ചെയ്താൽ ഒരിക്കലും അവർ അംഗീകരിക്കുകയില്ല. അവർ പറയും നിൻ്റെ പടം വരയ്ക്കലും വിൽപ്പനയൊക്കെ ഇതിൻ്റെ കോമ്പൗണ്ടിൻ്റെ വെളിയിൽ മതി, ഉള്ളിൽ വേണ്ട. എന്ത് തന്നെയാണെങ്കിലും നീ ആരെ വരച്ചുകൊണ്ട് വന്നെന്ന് പറഞ്ഞാലും കോമ്പൗണ്ടിൻ്റെ വെളിയിൽ മതി, അകത്ത് വന്നുള്ള പരിപാടികളൊന്നും കലാപരിപാടികളൊന്നും വേണ്ട എന്ന് കർക്കശനമായിട്ട് അതിന് ആ ദേവാലയത്തിൻ്റെ കമ്മിറ്റി അംഗങ്ങളാവട്ടെ അല്ലെങ്കിൽ അവിടെ വരുന്ന ഭക്തരാവട്ടെ സ്വമേധ അവർ ഈ സ്ത്രീയെ തടഞ്ഞേനെ. പക്ഷേ ഹിന്ദുക്കൾ അത്തരം പ്രവൃത്തികളൊന്നും ചെയ്തിട്ടില്ല. അവരീ പറഞ്ഞ പോലെ അവരുടെ പ്രവൃത്തിയെ അല്ലെങ്കിൽ അവരുടെ ചിത്രരചനയെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. അത് അവർക്ക് കൂടുതൽ പ്രചോദനമായി. പിന്നെ അവരുടെ അഭ്യാസങ്ങളും കൂടി. ഈ കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു ആരോ മറ്റോ പൊതു താല്പര്യ ഹർജിമെല്ലാം കൊടുത്തു കാണും കോടതിക്ക്. കൊടുത്തതിൻ്റെ പേരിലായിരിക്കാം ചിലപ്പം കോടതി അന്ന് ഇടപെട്ട് ഇവരെ തടഞ്ഞ് പിന്നെ കുറേ കാലമായിട്ട് ഇവരുടെ വീഡിയോകളൊന്നും ഇല്ലായിരുന്നു, ശാന്തമായിരുന്നു. ഇപ്പോൾ ഈ 2-3 ദിവസമായിട്ട് വീണ്ടും അത് സജീവമായിരിക്കുകയാണ്. അവർ വീണ്ടും ക്ഷേത്രത്തിൽ വന്നെന്നോ ഭഗവാന്റെ വിഗ്രഹത്തിന് മാല അണിയിച്ചെന്നോ അവിടെ വീഡിയോകൾ ചിത്രീകരിക്കാൻ ശ്രമിച്ചെന്നോ ഇവിടെ വരാൻ പാടില്ല എന്ന് കോടതി വിധി ഉണ്ടായിട്ടും ഇവരവിടെ വന്നു എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അവരുടെ പേരിലുള്ള പ്രശ്നങ്ങൾ സജീവമായി ഉടലെടുത്തിരിക്കുകയാണ്. ഇത് കാണുമ്പം എനിക്ക് തോന്നുന്നത് ആ സ്ത്രീയുടെ ഭാഗത്തും തെറ്റുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഗാനഗന്ധർവൻ എന്ന് ഒരു സംസ്ഥാനം അംഗീകരിച്ച ഗായകന് പോലും ആ ക്ഷേത്ര ദർശനം ഇന്നേ വരെ നടത്താനായിട്ടില്ല. അത്രത്തോളം നിയമ തടസ്സങ്ങളുള്ള ഒരു ദേവാലയത്തിൽ ചെന്നിട്ട് സ്വന്തം താല്പര്യത്തിന് അല്ലെങ്കിൽ നിലനിൽപ്പിന് സ്വാർത്ഥ താല്പര്യത്തിന് ഇത്തരം കലാപരിപാടികളെ കാണിച്ച് കോടതി വരെ ഇടപെടേണ്ടി വന്നു എന്ന സ്ഥിതിക്ക് അവർ തീർച്ചയായിട്ടും അവിടം കൊണ്ട് അവരുടെ അഭ്യാസം പാട്ടുപെട്ടി മടക്കേണ്ടതായിരുന്നു. ആ കോടതി ഇടപെട്ട് കഴിഞ്ഞ് പിന്നെ ആ പ്രശ്നങ്ങളൊന്ന് തണുക്കാൻ വേണ്ടി കുറേ കാലം അവർ നിശബ്ദത പാലിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കാര്യങ്ങളുടെ കിടപ്പ് കണ്ടിട്ട്. വീണ്ടും അവരത് തന്നെ ആവർത്തിച്ച് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ അത് ഈ രാജ്യത്തെ നിയമങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമല്ലേ. തന്നെയുമല്ല, ഇത്തരം കാര്യങ്ങളിൽ മറ്റുള്ള ഇതര മതസ്ഥർ എടുക്കുന്ന നടപടി തന്നെ വേണം പൊതുജനങ്ങൾ എടുക്കാൻ. ഇവിടെയാണ് നേരെ തിരിച്ച പൊതുജനങ്ങൾ, ഹിന്ദുക്കളായിട്ടുള്ള പൊതുജനങ്ങൾ നേരെ തിരിച്ച. ഹിന്ദുക്കളല്ലാത്ത ഒരു വ്യക്തി ഇത്തരം കലാപരിപാടികളായിട്ട് നമ്മുടെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് അവർക്ക് ഉത്തേജനം പകർന്നു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. സത്യത്തിൽ ഇവർ ഭക്തരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം യഥാർത്ഥ ഭക്തർ ഇങ്ങനെ അല്ല. അവർ ഭക്തരായിരുന്നെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾ തന്നെ അവരെ തടഞ്ഞേന്. ഈ പണി ഇവിടെ പറ്റുകയില്ല, ഇറങ്ങിപ്പൊക്കോളാൻ പറയും. മര്യാദയ്ക്കാണ് ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ ചെവിക്ക് പിടിച്ച് ഇറക്കി വിടും എന്ന് അവർ തന്നെ താക്കീത് കൊടുക്കും. അപ്പം അവരുടെ കുടുംബാംഗങ്ങളുടെയോ അല്ലെങ്കിൽ അവരുടെ സമുദായങ്ങളുടെ ഭാഗത്തുനിന്നൊക്കെ ഇത്തരം ചോദ്യങ്ങൾ മുന്നേ ഉണ്ടായിട്ടുണ്ടാവും ഇവരുടെ ഈ കലാപരിപാടി കണ്ടിട്ട്. ആ സന്ദർഭങ്ങളിലൊക്കെ ഇവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു ബിസിനസ്സാണ്, ഇതെൻ്റെ ഒരു നിലനിൽപ്പാണ്, അവരുടെ വിശ്വാസത്തെ ഞാൻ വിറ്റ് കാശാക്കുന്നു എന്ന് വ്യക്തമായ ഒരു മറുപടി ഇവർ കൊടുത്തിട്ടുണ്ടാകണം. അല്ലാതെ അവരാരും ഇക്കാലം അത്രയും മൗനം പാലിക്കുകയില്ല. മനസ്സിലായോ? അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഭാഗത്തുനിന്നും എതിർപ്പൊന്നും ഉണ്ടായില്ല, അതുകൊണ്ട് അവർ കയറി ഇറങ്ങി ഞരങ്ങുന്നു, നടന്നു, സമ്മതിച്ചു. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ അവരുടെ കുടുംബാംഗങ്ങൾ അല്ലെ അവരുടെ സമുദായാംഗങ്ങൾ തീർച്ചയായിട്ടും അവരെ പണ്ടേ ചോദ്യം ചെയ്തേനെ. അങ്ങനെ ചോദ്യം ചെയ്തിട്ടുണ്ടാവും, ഒരു സംശയവും വേണ്ട. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ വ്യക്തമായിട്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതെൻ്റെ ബിസിനസ്സാണ്, ഇതിലൂടെ എനിക്ക് ബെനിഫിറ്റ് ഉണ്ട്, അവരുടെ വിശ്വാസത്തെ ഞാൻ വിറ്റ് കാശാക്കുന്നു, ഞാനും ഭക്തയാണ് എന്നും പറഞ്ഞ് ഞാനും വിറ്റ് കാശാക്കുന്നു എന്നൊക്കെ വ്യക്തമായ
തെളിവുകൾ അവിടെ അവർ നികത്തിയിട്ടുണ്ട്. അല്ലാതെ ഒന്നും അവരെ ഇങ്ങോട്ട് വിടുകയല്ല. എന്തായാലും ആ സ്ത്രീ കാണിച്ചത് സത്യത്തിൽ ഒരു വിവരക്കേടെന്ന് മാത്രമേ പറയുള്ളൂ. കാരണം നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ യാതൊരു ജാതി മത വ്യത്യാസമില്ലാതെ സൗഹൃദത്തോടെ ഐക്യത്തോടെ ജീവിക്കുന്ന ഈ സംസ്ഥാനത്ത് നമ്മുടെ സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി, സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ഇത്തരം പേക്കൂത്തുകളൊക്കെ കാണിക്കുന്നത് അങ്ങേയറ്റം ലജ്ജാപരമായ കാര്യം തന്നെയാണ്. മുന്നേ ഞാൻ പറഞ്ഞ പോലെ ആദ്യകാലങ്ങളിൽ ഇവരുടെ വീഡിയോ കണ്ടപ്പോഴൊന്നും എനിക്ക് വലിയ കാര്യമായ ഒന്നും തോന്നിയില്ല. എന്തോ ഒരു പേക്കൂത്തായിട്ടേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. കാരണം യഥാർത്ഥ രീതിയിലൊന്നും അങ്ങനെയൊന്നും ഒരിടത്തും സംഭവിക്കാൻ അനുവദിക്കത്തില്ല. കോമ്പൗണ്ടിൽ പോലും കയറ്റുകയല്ല, അല്ലേ? അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ എന്തോ ഒരു കാര്യമുണ്ട്. പോട്ടെ, ഇനിയിപ്പോൾ വലിയ ഗതികേട് കാര്യമായിരിക്കും എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചു. പക്ഷേ അതല്ല സംഭവം. ഇത് സാധുക്കളായ ഈശ്വര വിശ്വാസികളെ, അവരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുകയായിരുന്നു എന്ന് വേണം. ഇവരുടെ ഇക്കാലം അത്രയുമുള്ള പ്രവൃത്തികളും കഴിഞ്ഞ ദിവസം പോലീസ് കേസെടുത്ത പ്രശ്നങ്ങൾ ഉൾപ്പെടെ നമ്മൾ കണക്കാക്കുമ്പോൾ അങ്ങനെ എനിക്ക് വിലയിരുത്താൻ തോന്നുന്നുള്ളൂ. നമ്മൾ പള്ളിയിൽ പോവുമോ അല്ലെ അമ്പലത്തിൽ പോവുമോ എവിടെ വേണേലും പൊക്കോ, കുഴപ്പമൊന്നുമില്ല. അതൊക്കെ വീഡിയോ പിടിച്ച് ലോകമെമ്പാടും അറിയിച്ച് അതിൽ നിന്നും 10 രൂപ കിട്ടി ജീവിക്കുക എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ നിയമപരമായി തെറ്റ് തന്നെയാണ്. ഈ രാജ്യത്തൊരു ഭരണകൂടമുണ്ട്, ഈ രാജ്യത്തൊരു നിയമമുണ്ട്. മനസ്സിലായോ? നമുക്ക് എന്ത് തോന്നിവാസവും ഈ മൊബൈൽ ഫോണിൽ കൂടെ പിടിച്ച് കാണിച്ചേച്ച് നമുക്കങ്ങ് രക്ഷപ്പെടാമെന്നും പറഞ്ഞ് നമ്മൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ രാജ്യത്തെ നിയമം എന്താണെന്നും നമ്മൾ ചെയ്ത തെറ്റെന്താണെന്നും അതിന് എത്ര കാലമാണ് ശിക്ഷയെന്നൊക്കെ നമ്മൾ അനുഭവിക്കുക തന്നെ ചെയ്യും. ആര് ചെയ്താലും. ശ്രീകൃഷ്ണൻ്റെയോ മുഹമ്മദ് നബിയുടെയോ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെയോ ചിത്രങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ, ഭക്തരായ നമുക്ക് ചിത്രങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അതാതാ ദേവാലയങ്ങളിൽ തന്നെ കിട്ടുന്നുണ്ട്. അതൊന്നും മേടിച്ചാൽ പോരെ. ഇത്തരം കപട വിശ്വാസികളെ നമ്മൾ വളർത്തിയെടുത്ത് കൊണ്ടുവരുന്നത് എന്തിനാ? അതിൻ്റെ ആവശ്യമുണ്ടോ? ഈ രാജ്യത്ത് അല്ലാതെ തന്നെ നമുക്ക് ഓരോ ദിവസം നിത്യനെ കഴിയാൻ എന്തെല്ലാം പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ നമ്മൾ കടന്നാലോ ഓരോ ദിവസം കടന്നു പോകുന്നു. അതിനകത്ത് ഇതൊന്നും പോരാഞ്ഞിട്ടാ ഇത്തരം ഒരു പ്രശ്നങ്ങളും കൂടെ. ഒരു തരത്തിലും മനസമാധാനം ഇല്ലായിട്ടാണ് ഓരോരുത്തർ അമ്പലവും പള്ളിയും ഒക്കെ കയറി ഇറങ്ങി നടക്കുന്നത്. അവരുടെ വിശ്വാസത്തെ മുതലെടുക്കുന്ന അല്ലെങ്കിൽ ചൂഷണം ചെയ്യുന്ന ഇത്തരം പ്രവൃത്തികളെ നമ്മൾ ഒരിക്കലും കയ്യും കെട്ടി നോക്കിയിരിക്കരുത്. ആ സെക്കൻഡിൽ തന്നെ നമ്മൾ പോലീസിൽ അറിയിച്ച് അവരെ പൊക്കുക തന്നെ വേണം. ഇത്തരം സംഭവങ്ങൾക്ക് ഇടപെടാനായിട്ട് കോടതി ഇറങ്ങി വന്ന് കേസെടുക്കാൻ മാത്രം നമ്മൾ വിട്ടുകൊടുത്തു എന്ന് പറയുന്നത് തന്നെ ലജ്ജാപരമായ കാര്യം തന്നെയാണ്. എന്തായാലും കൃഷ്ണഭക്ത ഇനി അഴിയണം. എൻ്റെ ഈ ചാനലിലെ പരിപാടി ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.